ഹായ് ഡേസ്, ഇന്ന് ശനിയാഴ്ചയാണ്. ആർക്കും സ്കൂളിലൊന്നും പോകണ്ട. അതുകൊണ്ട് ചായയൊക്കെ അങ്ങ് കഴിഞ്ഞു. എന്നാൽ പിന്നെ അടുത്ത നമ്മുടെ ചോറിൻ്റെ പരിപാടി നോക്കാമെന്ന് വിചാരിച്ച് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ സാമ്പാർ വേണ്ട, കാരണം കുറച്ച് പണിയുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പരിപ്പും മുരിങ്ങക്കായും തക്കാളിയും കറിയും ക്യാരറ്റിൻ്റെ ഉപ്പേരി പിന്നെ വഴുതിന് മെഴുക്ക് പുരട്ടിയാക്കി അത് ചോറ് ഇവിടുന്ന് തിളയ്ക്കുന്നുണ്ട്. അതങ്ങനെ നമ്മുടെ അടുക്കളയിൽ പണി അങ്ങ് കഴിഞ്ഞു കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഇറങ്ങി എന്തിനാന്ന് വെച്ചാൽ നാളെ ചിങ്ങമല്ലേ. അപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ വന്നിട്ട് ഞങ്ങൾ ആദ്യത്തെ ചിങ്ങമാസം വരികയാണ്. അപ്പോൾ ആ ഒരു ചിങ്ങമാസത്തെ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്നത്തെ ഒരു ദിവസം ക്ലീനിങ്ങിനായി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ക്ലീനിങ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാവരും എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്നതാണ്. എന്നാലും നമ്മുടെ ഈ ചില സ്ഥലങ്ങളുണ്ട് അല്ലേ, നമ്മൾ വിട്ടു പോകുന്ന സ്ഥലങ്ങൾ, ഈ ഡോറിൻ്റെ ബാക്ക് സൈഡിൽ അവിടെയൊക്കെ ഇങ്ങനെ പൊടി ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ ചൂട് സമയമായാലും ഭയങ്കര പൊടിക്കാറ്റടിക്കും. ആ സമയത്ത് നമ്മൾ നന്നായിട്ട് പൊടി അടിച്ച് കാര്യം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഡെയിലി അടിക്കുമ്പോൾ എല്ലാം അടിച്ച് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ചൂലുകൊണ്ടൊക്കെ ഒന്ന് അടിക്കലും, എന്നാലും അത് പോവില്ല. അങ്ങനെ ഞാൻ എന്ത് ചോദിച്ചു, നമ്മുടെ ഈ പെയിൻ്റ് അടിക്കുന്ന പഴയ ബ്രഷ് ഉണ്ടാവില്ലേ, പെയിൻറ്റിനൊക്കെ എടുക്കുന്നത്, അങ്ങനെ ഒരു ബ്രഷ് ഉണ്ട് കേട്ടോ. ആ ബ്രഷ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇങ്ങനെയുള്ള നമ്മുടെ കൈ കൊണ്ട് തുടച്ചാൽ പോവാത്ത കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുണ്ടാവില്ലേ, അവിടെയുള്ള പൊടിയൊക്കെ നമുക്ക് നന്നായിട്ട് പോകാൻ പറ്റും കേട്ടോ. അങ്ങനെ ആ ഒരു ബ്രഷ് കൊണ്ട് മുഴുവൻ സ്ഥലത്ത് നമ്മുടെ ഡോറിൻ്റെ എല്ലാ ഭാഗവും അകവും പുറവും ഒക്കെ നമ്മൾ ആ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് പൊടിയൊക്കെ ഇങ്ങനെ പോക്കിയിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്ത് ഒരു കോട്ടൺ തുണി കൊണ്ട് അങ്ങ് പൊടി തട്ടിക്കളഞ്ഞാൽ മതിയേ. അപ്പോൾ നമ്മൾ പിന്നെ ഈ എന്താ മരത്തിൻ്റെ ഡോറുകൾ അല്ലെങ്കിൽ അങ്ങനെ ഫർണിച്ചറുകളൊക്കെ പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ, അത് നമ്മൾ ഒരിക്കലും നനഞ്ഞ തുണിയോട് തുടയ്ക്കരുത് കേട്ടോ. നമ്മൾ പോളിഷ് ചെയ്ത നമ്മൾ ഈ ഫർണിച്ചറൊക്കെ നമ്മൾ മരത്തിൻ്റെത് അങ്ങനെ നനഞ്ഞ തുണിയോട് തുടയ്ക്കുമ്പോൾ ആ ഒരു സമയത്ത് നല്ല തിളക്കമൊക്കെ കാണും. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ നിറമൊക്കെ പോയി അതൊരു എന്താ പറയുക, കളറ് മങ്ങി നമ്മൾ നരച്ചെന്ന് പറയും, നരച്ച പോലെ ആയിപ്പോവും. അതിപ്പം ചെയർ, കട്ടിൽ, ടേബിൾ, അങ്ങനത്തെ ഗ്ലാസിൻ്റെ അല്ല, നമ്മൾ മരത്തിന് നമ്മൾ വാർണിഷൊക്കെ അടിച്ചിട്ട് നല്ല തിളക്കമുള്ളതാക്കി ഫസ്റ്റ് നമ്മൾ അങ്ങനെയല്ലേ ഉണ്ടാകുക. അപ്പം അതൊരിക്കലും നമ്മൾ നനഞ്ഞ തുണിയെടുത്ത് തുടയ്ക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, അവിടുത്തെ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് പിന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ തുണി കൊണ്ട് തന്നെ നമ്മൾ തുടയ്ക്കണം കേട്ടോ. പിന്നെ ഈ ഗ്ലാസ്സൊക്കെ നമുക്ക് ഇതുപോലെ സ്പ്രേ ബോട്ടിൽ കുറച്ച് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് അകവും പുറമൊക്കെ നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അവിടുത്തെ ആദ്യം പൊടിയൊക്കെ ഒന്ന് തട്ടി, പിന്നെ ഈ ഗ്ലാസ്സൊക്കെ നമുക്ക് ഞാൻ എന്ത് ചെയ്തു, സ്പ്രേ ബോട്ടിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് മൊത്തം അങ്ങ് തുടച്ചു. എന്തായാലും നമുക്ക് എവിടെയെങ്കിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കുക എന്നുള്ളത് നമ്മളൊരു ശീലമാണല്ലോ. എവിടെയെങ്കിലും ഒരിത്തിരി സ്ഥലം കണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവെക്കുക. ഇപ്പോൾ ജനലിൻ്റെ സൈഡിലൊക്കെ നമ്മൾ നിറയെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി അവിടെയുള്ള പൊടിയൊക്കെ നന്നായിട്ട് തട്ടി. പിന്നെ പൊടി പിടിക്കുന്ന മെയിൻ ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഫാനിൻ്റെ മുകളിൽ എപ്പോഴും ഇങ്ങനെ പൊടി പിടിച്ചുകൊണ്ടിരിക്കും. ആദ്യം ഒരു ഫാന് അവൻ റെഡിയാക്കി തന്നു, അടുത്തത് അമ്മ എന്നെ തുടച്ചോന്ന് പറഞ്ഞു അവൻ പോയി, പിന്നെ ഞാനും അങ്ങ് തുടച്ചു. പിന്നെ അടുത്ത നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഓരോ സാധനങ്ങളുണ്ടാവും ഓരോ സ്ഥലത്ത്. അപ്പോൾ അതൊക്കെ എന്തെന്ന് നമ്മൾ പെറുക്കി വേറെ അതിൻ്റെ ഓരോരോ സ്ഥാനത്തേക്ക് കൊണ്ടുവെക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോ റൂമായിട്ട് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം പൊടി തട്ടലൊക്കെ മൊത്തത്തിൽ നടത്തി, പിന്നെ ഇനി പിന്നെ തുടച്ചു തുടങ്ങിയാൽ പിന്നെ പൊടി ഇങ്ങനെ പറ്റി പിടിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു റൂം ക്ലീൻ ചെയ്ത് ഫാനൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം പിന്നെ ബാക്കി ഓരോ റൂമായിട്ട് അങ്ങനെ ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ റൂമുകളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കർട്ടനുകളൊക്കെ മുഴുവനും എടുത്തിക്കില്ല. മുഴുവനും കൂടി എടുത്തു കഴിഞ്ഞാൽ മഴയൊക്കെയാണ് നമുക്ക് ഉണങ്ങി കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പം 1-2 കർട്ടനുകളും കൂടി നമ്മൾ അഴിച്ച് അതും കൂടി അലക്കാനിട്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ എന്താ പറയുക, അകത്തുനിന്ന് ഇത്രയും പൊടികളൊക്കെ നമ്മൾ അടിച്ച് തൂത്ത് എന്താ പറയുക പുറത്ത് കളയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ ഒരു ആവശ്യമുണ്ട് എന്ന് കരുതിയിട്ട് വെക്കുന്ന കുറേ സാധനങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്താണ് നമുക്ക് ഇത് വേണ്ടാത്ത സാധനമാണല്ലോ എന്ന് തോന്നി. അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ സാധനങ്ങൾ എടുത്ത് മാറ്റി കേട്ടോ. അപ്പോൾ ഈ ചെരുപ്പുകൾ, ഷൂ, അതൊക്കെ നമ്മൾ ഒന്ന് വാങ്ങുമ്പോൾ പഴയത് അങ്ങ് അവിടെ ഇടും, എന്നാൽ അത് പെട്ടെന്ന് നമ്മൾ കളയുകയില്ല. അങ്ങനെ ഞാൻ വരാന്തയിൽ നല്ല പൊടിക്കാറ്റും മഴയൊക്കെ അതിനെ കൊണ്ട് നല്ല ചെളി കെട്ടിയിട്ടുണ്ടായിനെ. അന്നേരം പിന്നെ എന്താ വെച്ച് തുടച്ചെടുക്കുന്നതിൽ നല്ലത് ഒന്ന് സോപ്പ് പൊടിയൊക്കെ ഇട്ട് ഉരച്ച് കഴുകി അങ്ങ് വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. അത് സോപ്പ് പൊടിയൊക്കെ ഇട്ട് നല്ലോണം ഉരച്ച് കഴുകിയെടുത്തു. പിന്നെയുള്ള ടാസ്ക് എന്ന് പറയുന്നത് ഈ ഷൂ റാക്ക് ക്ലീൻ ചെയ്ത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഷൂ ഒക്കെ എടുത്ത് മാറ്റുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ റൂമൊക്കെ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത്രയും വേസ്റ്റുകളാണ് നമ്മൾ ഈ വീട്ടിൽ നിന്ന് എടുത്ത് മാറ്റിയത്. ആവശ്യമുള്ള ഷൂ ഉണ്ട്, വേണ്ടാത്ത സാധനങ്ങൾ എല്ലാം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ അതിൽ പ്ലാസ്റ്റിക്കും അല്ലാത്തതൊക്കെ അങ്ങനെ തരംതിരിച്ച് വേസ്റ്റൊക്കെ കൊണ്ട് നമ്മൾ കളഞ്ഞു. ഇനി
മുറ്റവും കൂടി ഒന്ന് അടിച്ചിടണം. അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ നമ്മൾ മുറ്റം അടിക്കാൻ ഇറങ്ങി. മുറ്റമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അവിടെ ഇട്ട്, ഇനിയുള്ളത് തുണി മടക്കി എടുക്കാനുണ്ട്. അതൊക്കെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മളെ വീട്ടിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ എല്ലാം ഒഴിവാക്കിയപ്പോൾ തന്നെ നമ്മളെ ഇത്രയും നെഗറ്റീവായിട്ടുള്ള നെഗറ്റീവ് എനർജിയല്ലേ നമ്മളെ വീട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഒഴിവാക്കി ക്ലീൻ ചെയ്തിട്ടു. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ബാത്റൂം ക്ലീനിങ് ആണ്. ബാത്റൂം ക്ലീനിങ്ങും കുളിയും അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ നമുക്ക് അടിപൊളിയായി ചിങ്ങത്തെ വരവേൽക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് ഡോറിൽ മാവില തോരണം ഇടണം. അതിന് വേണ്ടിയിട്ട് എന്താണ്, നമ്മൾ മാവില ഒരു 7 അല്ലെങ്കിൽ 9 മാവില എടുത്തിട്ട് നമ്മളത് അതിൽ കുങ്കുമവും കളവും ഒക്കെ തൊട്ട് അതൊരു നൂലിൻ്റെ മുകളിൽ കെട്ടി ഒരു മാല പോലെയാക്കി നമ്മൾ ഫ്രണ്ട് ഡോറിലിടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവിലയും കൂടെ പറിച്ച് വെക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഇവിടെ ഡൽഹിയിൽ ഇന്നാണ് കേട്ടോ ജന്മാഷ്ടമി, ശ്രീകൃഷ്ണൻ്റെ ജന്മാഷ്ടമി ഇന്നാണ് ഇവിടെ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഒരു 6:30 ഒക്കെ ആകുമ്പോൾ അമ്പലത്തിലും കൂടി പോകണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ മായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം. കാരണം ഇതിൻ്റെ കൂടെ ആകുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ്, നമ്മുടെ വൈകുന്നേരമായി, നമ്മുടെ തത്തമ്മ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. താഴെ കുറച്ച് പ്രാവുകൾ നേരത്തെ വന്ന് അരി ഒക്കെ തിന്ന് പരിപാടി കഴിച്ചിക്ക്. അപ്പോൾ തത്തമ്മ അത് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.